ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്ലീവ് എംബ്രോയ്ഡറി ഡിസൈനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ഡിസൈൻ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്ലീവിൻ്റെ താഴ്വശത്തേക്ക് വരുന്ന പോലെയാണ് ഇത് വരച്ചു കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു ബ്ലൂ കളറിലാണ് ചെയ്യുന്നത്. അതേപോലെ ഗോൾഡൻ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ സിൽക്ക് ത്രെഡാണ് എടുത്തേക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ ഡിസൈൻ ഒന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യമേ ഞാൻ ഇതുപോലെ ഗോൾഡൻ ത്രെഡ് 4 സ്റ്റാൻഡ്സിൽ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ നമ്മൾ ഈ ഒരു സ്റ്റെമ്മ് പോലെ കൊടുത്തേക്കുന്നിടത്ത് സ്റ്റെം സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ കാണിക്കുന്ന പോലെ സ്റ്റെം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ വേറെ വീഡിയോസിലും സ്റ്റെം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കും ചെയ്യാനായിട്ടല്ലേ. ഇത് എളുപ്പമാണ് കേട്ടോ സ്റ്റെം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ നമുക്കിതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്ലവർ താഴെ റൗണ്ട് കൊടുത്തേക്കുന്നിടത്ത് ഫ്ലവറാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എങ്ങനെയാണ് ചെയ്യണതെന്ന് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചീവീട്ടിൻ്റെയൊക്കെ സൗണ്ട് ഉണ്ടല്ലേ. ഇവിടെ നമ്മൾ എപ്പോൾ റെക്കോർഡ് ചെയ്താലും ഈ ഒരു സൗണ്ട് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അതൊന്ന് ഇഗ്നോർ ചെയ്യാം കേട്ടോ. നമ്മൾ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഇതുപോലെ ഒരു ശിഖരം പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതും നമ്മൾ സെയിം ഇതേപോലെ തന്നെ സ്റ്റെം സ്റ്റിച്ചിലാണ് കംപ്ലീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ ചെയ്യണം എങ്ങനെ നോക്കാം. അപ്പോൾ നമ്മൾ ഈ റൗണ്ടിൻ്റെ സെൻറ്ററിലേക്കായിട്ട് കുറച്ച് ഫ്രഞ്ച് നോട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഒരുമാതിരി സെൻറ്റർ ഒന്ന് ഫില്ലാവുന്ന പോലെ നമുക്ക് ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഫ്രഞ്ച് നോട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ അതിൻ്റെ ഔട്ട്ലൈനായിട്ട് നമ്മൾ ബുള്ളിയൻ സ്റ്റിച്ചാണ് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾ ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയത്തില്ലാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഞാൻ എടുത്തത് 6 സ്ട്രാൻഡ്സിൽ ത്രെഡ് എടുത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ ബുള്ളിയൻ നോട്ടൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കട്ടിക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ സിൽക്ക് ത്രെഡ് അല്ലാണ്ട് മറ്റേ നമ്മുടെ ആങ്കർ ത്രെഡൊക്കെ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടി ഒരു എടുപ്പ് തോന്നും എന്നെനിക്ക് തോന്നി. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ എനിക്ക് ചെയ്തതിലൊരു ഇതായിട്ട് തോന്നിയത്. ബാക്കി നമുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എപ്പോഴും നമുക്ക് ബ്ലൂ കളറിൽ ഈ ഒരു ഗോൾഡൻ ത്രെഡ് കളർ നല്ലൊരു കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് നമുക്ക്
ചുരിദാറിലും ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനാണ് കേട്ടോ. നമുക്ക് സ്ലീവിൽ കുറച്ചുകൂടി നല്ല ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ചുരിദാറിൻ്റെ സ്ലീവോ ബ്ലൗസിൻ്റെ സ്ലീവോ എന്ത് വേണമെങ്കിലും നമുക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇത് എളുപ്പമല്ലേ ചെയ്യാനായിട്ട്, അധികം പാടുമില്ലല്ലോ, എല്ലാവർക്കും ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ നോക്കുക, അതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനെ ചെയ്യണമെന്ന്. നമ്മൾ ഫ്രഞ്ച് നോട്ടെല്ലാം ഒന്ന് ഫില്ല് ചെയ്തു. അതിന് ശേഷം ഇതുപോലെ ബുള്ളിയൻ നോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യണമെന്ന്. അപ്പോൾ അതേപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ബുള്ളിയൻ നോട്ട്സ് കൊടുക്കുന്നത് എല്ലാം ഒരേ റൗണ്ടിലാണ് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ 6 റൗണ്ടിലാണ് എടുത്തേക്കണേ, അതേപോലെ എല്ലാ നോട്ട്സും 6 റൗണ്ടിലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ വ്യത്യസ്തപ്പെടുത്തി എടുക്കുന്നതിനേക്കാളും വേറൊരു ഭംഗിയിലായിരിക്കും ഇത് വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാം ഒരേ നോട്ട്സിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഇതൊന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ഡിസൈൻസും കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ഔട്ട്ലുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കളർ കോമ്പിനേഷനൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നല്ല വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.